ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ, ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവത്തിരുസന്നിധിയിൽ പ്രാർത്ഥനാപൂർവമായിരിക്കുമ്പോൾ ദൈവരാജ്യത്തിൻ്റെ ആഗമനത്തിനുള്ള ഒരുക്കത്തെ ധ്യാനിക്കാം. ആണ്ടുവട്ടത്തിൻ്റെ അവസാനത്തെ വിചിന്തനമാണ് തിരുസഭ ഇന്ന് നമുക്ക് നൽകുക. ലൂക്കാ സുവിശേഷം 21 അധ്യായം 34 മുതൽ 36 വരെയുള്ള തിരുവചനങ്ങളിൽ നമ്മൾ ഇപ്രകാരം ധ്യാനിക്കുന്നു. യേശു ശിഷ്യന്മാരോട് അരുൾ ചെയ്തു, സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത എന്നിവയാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാവുകയും ആ ദിവസം ഒരു കെണി പോലെ പെട്ടെന്ന് നിങ്ങളുടെ മേൽ വന്ന് വീഴുകയും ചെയ്യാതിരിക്കുവാൻ ശ്രദ്ധിച്ചുകൊള്ളുവിൻ. എന്തെന്നാൽ ഭൂമുഖത്ത് ജീവിക്കുന്ന എല്ലാവരുടെയും മേൽ അത് നിബദിക്കും. സംഭവിക്കുവാനിരിക്കുന്നവയിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് മനുഷ്യപുത്രൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ വേണ്ട കരുത്ത് ലഭിക്കുവാൻ സദാ പ്രാർത്ഥിച്ചുകൊണ്ട് ജാഗരൂകരായിരിക്കുവിൻ. ക്രിസ്തുവിൻ്റെ ജനനത്തിനു വേണ്ടി ഒരുങ്ങുവാൻ നമ്മെ ക്ഷണിക്കുന്ന ദിവസങ്ങളാണ് ആഗമനകാലത്തിൻ്റെ ദിനങ്ങൾ. നാം ആഗമനത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് തിരുസഭ മാതാവ് ഇന്നേ ദിവസം നമുക്ക് നൽകുന്ന ചിന്തകൾ ഏറെ അനുഗ്രഹീതമാണ്. ഈ ലോകത്തിൻ്റെ തിന്മയിൽ നിന്ന്, ബന്ധനങ്ങളിൽ നിന്ന് വിട്ട് ദൈവത്തിൻ്റെ അരൂപിക്ക് അനുരൂപമായി ജീവിക്കുവാൻ നമ്മെ ക്ഷണിക്കുന്നു. സുഖലോലുപയിൽ നിന്നകന്ന്, പാപബന്ധനങ്ങളിൽ നിന്നകന്ന്, ശാരീരിക ആത്മീയ വിശുദ്ധിയിൽ വളർന്ന് പ്രാർത്ഥനയോടുകൂടെ ജാഗരൂകരായി ഒരുക്കമുള്ളവരായി തീരുക. അപ്പോൾ നിന്റെ രക്ഷകനും നാഥനുമായ ക്രിസ്തു നിന്റെ ഹൃദയത്തിൽ വന്ന് പിറക്കും. ഏറെ അർത്ഥസമ്പുഷ്ടമാണ് ഇന്നത്തെ തിരുവചന ഭാഗം. നാം ഈ ലോകത്തിൻ്റെ സന്തോഷങ്ങളിൽ മുഴുകി ദൈവത്തെ മറന്ന്, വിശുദ്ധി മറന്ന്, സഹോദരങ്ങളെ മറന്ന് തിന്മയിൽ ജീവിച്ച് മുന്നോട്ട് പോകുമ്പോൾ ആ ദിവസം ഒരു കെണി പോലെ നമ്മുടെ മേൽ വന്ന് പതിക്കാതിരിക്കാൻ ക്രിസ്തു നമുക്ക് നൽകുന്ന ഏറ്റവും മനോഹരമായ മുന്നറിയിപ്പ് കൂടിയാണ്. യേശു നമ്മളിൽ വന്ന് പിറക്കുവാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ഹൃദയം ക്രിസ്തുവിൻ്റെ സ്നേഹത്തിനായി തുറക്കപ്പെടേണ്ടതുണ്ട്. അങ്ങനെയെങ്കിൽ അതിന് യോഗ്യത ലഭിക്കുവാൻ നാം ചെയ്യേണ്ട പ്രവൃത്തിയാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുക. തിന്മയിലും ആസക്തിയിലും ബന്ധനങ്ങളിൽ നിന്നകന്ന് ദൈവത്തിൻ്റെ മനസ്സിനൊത്ത് ജീവിക്കുവാൻ തിരുസഭ നമ്മെ ക്ഷണിക്കുന്നു. നമുക്ക് യേശുവിൻ്റെ ജനനത്തിനായി നമ്മുടെ ഹൃദയങ്ങൾ ഒരുക്കപ്പെടേണ്ടതിന് ഇന്നലകളിലെ നമ്മുടെ പാപപങ്കുലമായ ജീവിതങ്ങളെ പരിപൂർണമായി ഉപേക്ഷിച്ച് ക്രിസ്തുവിൻ്റെ മനസ്സിനൊത്ത് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും ജീവിത വിശുദ്ധിയുടെ പൂർണ്ണതയിൽ ക്രിസ്തുവിന് വേണ്ടി പ്രത്യാശയോടുകൂടി കാത്തിരിക്കുവാനും തിരുസഭ നമ്മെ ക്ഷണിക്കുന്നു. ആ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് നമുക്ക് നമ്മെ തന്നെ വിശുദ്ധീകരിക്കുകയും പ്രത്യാശയുടെ ഈ കാലഘട്ടത്തിലേക്ക് പ്രാർത്ഥനാപൂർവ്വം പ്രവേശിക്കുകയും ചെയ്യാം. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ.